ശ്രീ പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ വിവാദങ്ങളിൽപ്പെട്ടു. അദ്ദേഹത്തെ പാർട്ടി സസ്പെൻഡ് ചെയ്തു. കെ.പി.സി.സി. അന്വേഷണ വിധേയമായി യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം ആദ്യം അദ്ദേഹം ഒഴിഞ്ഞു. പിന്നീട് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. ഇപ്പോഴിതാ അദ്ദേഹം കഴിഞ്ഞ ദിവസം നിയമസഭാ സമ്മേളനം തുടങ്ങി. എം.എൽ.എ. എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം സഭയിൽ വന്നു, സമ്മേളനത്തിൽ പങ്കെടുത്തു, മടങ്ങിപ്പോയി. പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായി. ഏറ്റവും ഒടുവിൽ നമ്മൾക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് കോൺഗ്രസിലെ പല മുതിർന്ന നേതാക്കളും രാഹുലിനെ പിന്തുണച്ച് രംഗത്തെത്തിയിരിക്കുകയാണ്. രാഹുലിൻ്റെ വരവിനെ അവർ സ്വാഗതം ചെയ്തിരിക്കുന്നു. എന്താണ്, കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കളെങ്കിലും ഈ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പമാണോ? അദ്ദേഹത്തെ പുറത്താക്കിയതിൽ അവർക്ക് പ്രതിഷേധമുണ്ടോ? അല്ല, മാങ്കൂട്ടത്തിൽ ഇപ്പോൾ സഭയിൽ വന്നു, ഇനി പാലക്കാട്ടേക്കും വരുമോ? പാലക്കാട് സ്വന്തം മണ്ഡലം, അതെ, പോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അതെ അതെ, നിയമസഭ പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് സ്വന്തം മണ്ഡലവും. അതെ, അപ്പം സഭയില്ലാത്ത സമയത്ത് മണ്ഡലത്തിൽ ഉണ്ടാകണമെന്നാണ്. അപ്പോൾ പിന്നെ മണ്ഡലത്തിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും? അപ്പം സഭയിൽ എത്തിച്ചതിന് പിന്നിൽ ഇത് യുവനിരയാണ് കേട്ടോ. ഈ യുവനിരയ്ക്ക് ഈ തലമുറ മാറ്റമൊക്കെ നല്ലതാണ്, പക്ഷെ അവർക്ക് ചില കാര്യങ്ങൾ ഉത്തരവാദിത്തത്തോടെ ഏറ്റെടുത്ത് നടത്താൻ കഴിയാതെ പോയി എന്നുള്ളതൊക്കെ പലരും പറയുന്നുണ്ട്. ഒരു വലിയ അവർ സെലിബ്രിറ്റികളാകാനാണ് ശ്രമിക്കുന്നത് യുവതലമുറ, അല്ലാതെ ജനകീയ പങ്കാളിത്തത്തിൽ നിൽക്കുക, റീൽസ് ഒക്കെ ഇടുക, എവിടെ പോയാലും ഫോട്ടോ എടുത്തത്, സമൂഹ ഒരു വൈബ് ഉണ്ടാക്കുക, ഇതാണ് അവര്. അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. മണ്ഡലത്തിലെ ജനങ്ങൾ പാവം പിടിച്ചൊരു കഞ്ഞി കുടിക്കണമെങ്കിൽ ഇവർ റീൽ എടുത്തിട്ടാൽ മതിയോ? അല്ലെ ഇവർ മറ്റേ സെലിബ്രിറ്റികളായി നടന്നാൽ അവർക്കെന്ത് കിട്ടും? മണ്ഡലത്തിലെ പ്രശ്നം പരിഹരിക്കണ്ടേ? കൊല്ലത്ത് നമ്മൾ കണ്ടത് മുകേഷ് എന്ന് പറയുന്ന എം.എൽ.എ. സെലിബ്രിറ്റിയായി നടന്നത്. അതുകൊണ്ട് എന്ത് പറ്റി? CPM നഷ്ടപ്പെടാൻ പോകുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് കൊല്ലം. ഇനിയിപ്പോൾ നമ്മൾ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെ രാഹുൽ മാങ്കൂട്ട സഭയിലെത്തി? എന്തായാലും അതിന് പിന്നിൽ കുറച്ച് പേര് പ്രവർത്തിച്ചിട്ടുണ്ട്. ആദ്യമേ ആർക്കും മനസ്സിലാകുന്ന ഒരാളെ അറിയാം, അത് ഷാഫി പറമ്പിൽ തന്നെയാണ്. ഷാഫി പറമ്പിൽ എന്ന് പറയുന്നത് ഈ മാങ്കൂട്ടത്തിൽ സഹപ്രവർത്തകൻ മാത്രമല്ല, സന്തത സഹചാരി, ഒരു മെന്ററാണ്. മെന്റർ എന്ന് പറയാം, കറക്റ്റ്. സന്തത സഹചാരിയാണ്. പിന്നെ ഇവര് ബിസിനസ്സും ഒക്കെ ഉണ്ട്, പാർട്ട്ണർഷിപ്പിൽ അതൊക്കെയുണ്ട്. അപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട് എത്തിച്ചതിനും ആരാണ്? ഷാഫിക്ക് വലിയ പങ്ക്. ഷാഫിക്ക് പങ്കുണ്ട്. ഷാഫിയുടെ പങ്കാണ് അതിനകത്ത് പ്രധാനമെന്ന് പറയുന്നത്. ആ സഭയിൽ എത്തിച്ചതിന് പിന്നിലും ഷാഫി പറമ്പിലുണ്ട്. സമപ്രായക്കാരാണ്, അല്ലെ? ഇതുപോലെ തന്നെ നിൽക്കുന്ന ഒരാളാണ് ചെങ്ങന്നൂർ M.L.A. ആയിരുന്നു. പിന്നെ അവിടെ പരാജയപ്പെട്ടു. ഒടുവിൽ കുണ്ടറയിലെത്തി മേഴ്സിക്കുട്ടിയെ പരാജയപ്പെടുത്തി കോൺഗ്രസിലെ ഒരു യുവ രക്തമെന്ന് പറയാം, പുതിയ നേതൃത്വമാണ് PC വിഷ്ണുനാഥ്. അതെ, ഉമ്മൻചാണ്ടി സ്കൂളായിരുന്നു, അതെ അല്ലെ? PC വിഷ്ണുനാഥ് ഒക്കെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പറയാവുന്നത് മുതിർന്ന ചില നേതാക്കന്മാരിലേക്ക് വന്നു കഴിഞ്ഞാൽ M.L.A. ആയിരുന്നു, കോന്നി M.L.A. ആയിരുന്ന, ഇപ്പോൾ ആറ്റിങ്ങൽ MP ആയിരിക്കുന്ന UDF-ന്റെ കൺവീനറായ അടൂർ പ്രകാശ് ആദ്യം മുതൽ തന്നെ മാങ്കൂട്ടത്തിൻ്റെ കൂടെ തന്നെയാണ് നിന്നത്. അതിന് അടൂർ പ്രകാശ് പറയുന്നത് ഈ വാട്സാപ്പ് ചാറ്റുകൾ ഒരുപക്ഷെ AI നിർമ്മിതമല്ലേ എന്നും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ന്യായീകരണമൊക്കെ ആയിട്ടും മാങ്കൂട്ടത്തിനോടൊപ്പം നിൽക്കുന്നുണ്ട്. പിന്നെ ഈ UDF കൺവീനർ MP എന്നുള്ളതിനപ്പുറം അടൂർ പ്രകാശിലൂടെ മാങ്കൂട്ടത്തിന് കിട്ടുന്നത് വേറൊരു പിന്തുണ കൂടിയാണ്, ഒരു സമുദായ പിന്തുണ കൂടെ കിട്ടുന്നുണ്ട്. SNDP വിഭാഗത്തിൽ വരുന്ന ആളാണ് അടൂർ പ്രകാശ്. അപ്പൊ ആ സമുദായ പിന്തുണയും കൂടെ കിട്ടുകയാണ്. കൺവീനർ MP എന്നുള്ളതിനപ്പുറം രാഹുലിന് കിട്ടുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിനകത്ത് തന്നെ A ഗ്രൂപ്പ് നേതൃത്വ നിരയിലുള്ള UDF കൺവീനറായിരുന്നു, KPCC അധ്യക്ഷ സ്ഥാനത്ത് ഇരുന്നിട്ടുണ്ട് താൽക്കാലികമായിട്ട്, അല്ലാതെ സ്ഥിരമായിരുന്നിട്ടുണ്ടോ? MM ഹസൻ ഇല്ല, താൽക്കാലികമായിട്ട്. ഈ MM ഹസനും ചുമതല വഹിച്ചിട്ടുണ്ട്. MM ഹസനും മാങ്കൂട്ടത്തിന് പിന്തുണ കൊടുത്തിട്ടുണ്ട്.
ആദ്യമേ തന്നെ പറഞ്ഞു മാങ്കൂട്ടത്തിനെതിരെ ഈ നടപടി ചാടിക്കയറിയുള്ള ഒരു നടപടിയാണ്, അങ്ങനെ ഉണ്ടാകാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം ഇവരൊക്കെ മുതിർന്ന നേതാക്കന്മാരാണ്. അടൂർ പ്രകാശ് ആയാലും MM ഹസനും. പിന്നെ അതുപോലെ വരുന്നത് ഉമ്മൻചാണ്ടിയുടെ മറ്റൊരു അടുത്ത അനുയായിയും വിശ്വസ്തനുമായ കരിപ്പൂർ MLA ആയിരുന്ന മുൻ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരുന്നു 2011 ഉമ്മൻചാണ്ടിയുടെ കൂടെ KC ജോസഫ്. അദ്ദേഹം പറയുന്നത് വീണ്ടും ഇദ്ദേഹത്തെ പാലക്കാട് സീറ്റ് കൊടുക്കണം 26-ൽ, അങ്ങനെ മാറ്റി നിർത്തരുത്, ഇദ്ദേഹത്തിന് തന്നെ കൊടുക്കണം. അപ്പം ജനങ്ങൾ തീർച്ചപ്പെടുത്തും ഈ വിഷയത്തിൽ മാങ്കൂട്ടത്തിനെ പുറന്തള്ളണമോ ഉൾക്കൊള്ളണമോ എന്നുള്ളത് ജനം തീർച്ചപ്പെടുത്തിക്കോളൂ. അപ്പോൾ വിട്ടുകൊടുക്കണം എന്നാണ് പറയുന്നത്. ഇപ്പൊ VD സതീശനല്ലേ ഇവരെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവന്ന് അവരുടെ ചിറകിലേറിയല്ലേ VD സതീശൻ ഇങ്ങനെ മുമ്പോട്ട് പോയത്. പക്ഷെ VD സതീശന് അതിലൂടെ തന്നെ കയ്പുനീരും കുടിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് എത്തി എന്നുള്ളതാണ്. പിന്നെ വരുന്നത് പാലക്കാടിന്റെ തന്നെ MP ആയിട്ടുള്ള VK ശ്രീകണ്ഠന്റെ പിന്തുണയുമുണ്ട്. VK ശ്രീകണ്ഠൻ പറയുന്നത് ഇനി ഇങ്ങോട്ടേക്ക് വരണം, പാലക്കാട്ട് വരണം. ഈ ശ്രീകണ്ഠനെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രംഗത്ത് വന്ന സിനിമാ നടിയുണ്ടല്ലോ റിനിയുടെ വസ്ത്രധാരണത്തെക്കുറിച്ചും ഒക്കെ ആദ്യമേ ചോദ്യം ചെയ്തിട്ടുണ്ട്. അതിനെതിരെ വലിയ സമൂഹ മാധ്യമങ്ങളിൽ വലിയ വിവാദമായി. പിന്നെ CPM-ന്റെ ബന്ധത്തെക്കുറിച്ചും പറഞ്ഞു. റിനിയുടെ CPM-ന്റെ ബന്ധത്തെക്കുറിച്ച് പറഞ്ഞാൽ മാങ്കൂട്ടത്തിനെതിരെ മനഃപൂർവ്വമായിട്ടുള്ള കെട്ടിച്ചമയ്ക്കലാണ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ VK ശ്രീകണ്ഠൻ രംഗത്ത് വന്നത്. അപ്പൊ VK ശ്രീകണ്ഠൻ പറയുന്നത് പാലക്കാട് വരണം, സംരക്ഷണം നൽകും എന്നാണ് പറയുന്നത്. കാരണം പാലക്കാടിന്റെ MP ആണ് പറയുന്നത്. അപ്പോൾ മാങ്കൂട്ടത്തിൽ അവിടെ വരേണ്ടത് ആവശ്യമാണ്, സംരക്ഷണം കൊടുക്കാൻ തയ്യാറാണ്. താനും തൻ്റെ പാർട്ടിക്കാരും ജനങ്ങളും, നിങ്ങളെ ജയിപ്പിച്ചു വിട്ട ജനങ്ങൾ സംരക്ഷണം നൽകുമെന്നാണ് പറയുന്നത്. അപ്പോൾ കോൺഗ്രസിനകത്ത് വേറൊരു പടയൊരുക്കം കൂടി നടക്കുകയാണ്, ഉണ്ടാകുകയല്ലേ. ഇതിനിപ്പം വഷളാകാൻ പോകുന്ന ഇത്രയും പേരെയാണ് മാങ്കൂട്ടത്തിൽ. കോൺഗ്രസിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളൊക്കെ മാറി ഒരു വിഭാഗം ആൾക്കാരെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്നുണ്ട്. അതാണ് ഇത്രയും പേര് വന്നിരിക്കുന്നത്. ഷാഫി, PC വിഷ്ണുനാഥ്, അടൂർ പ്രകാശ്, പിന്നെ MM ഹസന്, KC ജോസഫ്, VK ശ്രീകണ്ഠൻ. ഒരു സംശയം ചോദിക്കട്ടെ. വളരെ മുതിർന്ന ഒരു നേതാവും ഉമ്മൻചാണ്ടി പക്ഷത്തുണ്ടായിരുന്ന ആളുമാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അതെ, അദ്ദേഹത്തിന്റെ നിലപാട് ഈ കാര്യത്തിൽ അദ്ദേഹം ഇതിനകത്തൊരു ഒരു നിശബ്ദത പാലിച്ചു. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു മൗന പിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിലാണ് എനിക്കുള്ളതാണ്. നിശിതമായിട്ട് മാങ്കൂട്ടത്തിനെ അങ്ങനെ വിമർശിച്ചിട്ടുമില്ല, പിന്നെ കുറ്റപ്പെടുത്തിയിട്ടും ഇല്ല എന്നുള്ളതാണ്. ഇപ്പുറത്തെ ഭാഗത്ത് നിന്നില്ല, എതിർത്ത് നിന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പം ഇതൊക്കെ പിന്നെ തിരുവഞ്ചൂർ ആലോചിക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സൂക്ഷിച്ച് ചെയ്യേണ്ടതായ കാര്യങ്ങളാണ്. പിന്നെ കാളിദാസൻ തന്നെ ശാകുന്തളത്തിൽ പറഞ്ഞിട്ടുണ്ട്, രഹോബന്ധം വിശേഷിച്ചും പരീക്ഷിച്ചും ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുപോലൊക്കെ എന്നുള്ള രീതിയിലാണ് തിരുവഞ്ചൂരിന്റെ മൗനം എന്ന് പറയുന്നത്. ഇത് കാളിദാസൻ കൊടുത്തിരിക്കുന്ന വലിയ സന്ദേശമാണെന്ന്. ഇതിനകത്തൊക്കെ ഒരു രഹസ്യ സ്വഭാവവും കാര്യങ്ങളും ഒക്കെ വേണ്ടേ. പിന്നെ 2-4 ദിനം കൊണ്ട് ഒരുത്തനെ കണ്ടിലേറ്റുന്നതും ഭവാൻ അല്ലേ. അപ്പം ഇനി താഴേക്ക് വരാൻ അധിക സമയമൊന്നും വേണ്ട. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും ഒക്കെയാണ് ഇതിനകത്ത് കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടിയിരുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഇനി 2026-ൽ കോൺഗ്രസ് അധികാരത്തിൽ വരികയാണെങ്കിൽ വലിയൊരു കലഹം ഉണ്ടാകും. അങ്ങേയറ്റം അത് മൂർധന്യത്തിലെത്തുകയും ചെയ്യും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.